വളരെ ചെറിയ ഒരു സമൂഹമായിട്ട് തുടക്കം കുറിച്ച ഈ മിഷണറി സൊസൈറ്റി കർത്താവിന്റെ കൈകളിൽ അത്ഭുതകരമായി വളർന്ന് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അതിനു പുറമെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുമൊക്കെ സുവിശേഷത്തിന്റെ പ്രകാശ സംവാഹകയായി വർത്തിക്കുന്നു എന്നുള്ളത് ദൈവസന്നിധിയിൽ കൃതജ്ഞതയോടെ നാം അനുസ്മരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് നാം ഒന്നിച്ചു ചേർന്ന് നല്ലവനായ ദൈവത്തിന് വീണ്ടും നമ്മുടെ ഹൃദയ തലങ്ങളിൽ നിന്നുള്ള കൃതജ്ഞതയുടെ വിചാരങ്ങൾ ഉയർത്തുന്നത്, നന്ദി പറയുന്നത്. ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറയുന്നതോടൊപ്പം ഈ മിഷണറി സൊസൈറ്റിയുടെ ആരംഭത്തിനും അതിന്റെ വളർച്ചയ്ക്കും കാരണക്കാരായ അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും, അഭിയുന്ന വൈരൽ പിതാവിനെയും അദ്ദേഹത്തിന്റെ ആ സ്വപ്നത്തിൽ പങ്കുചേർന്നുകൊണ്ട് പ്രവർത്തിച്ച ഓരോ വൈദികരെയും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരെയും നമുക്ക് നന്ദിയോടെ ഓർക്കാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം അവരിലൂടെ ദൈവത്തിന്റെ വലിയ ഒരു പദ്ധതിക്കാണ് ദൈവം തുടക്കം കുറിച്ചത്. ദൈവപരിപാലനയിൽ അത് വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ധാരാളം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ദൈവം ഈ സമൂഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ വർഷം നാം ഈ സമൂഹത്തിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ അതിനുള്ള പ്രത്യേകത ഞാൻ അനുസ്മരിപ്പിക്കേണ്ട കാര്യമില്ല. ഇത് വൈദിക വർഷമാണ്, പുരോഹിത വർഷം. പരിശുദ്ധ പിതാവ് ബെനഡിക്ട് 16 മാർപ്പാപ്പ നമുക്ക് നൽകിയ പുരോഹിത വർഷത്തിലെ ഈ ആചരണത്തിന് പ്രത്യേകമായിട്ടുള്ള പ്രസക്തിയുണ്ട്. പുരോഹിതന്റെ ജീവിതത്തെയും ദൗത്യത്തെയും കൂടുതൽ വെളിവാക്കുന്ന, കൂടുതൽ അവബോധം പുരോഹിതരിലും ദൈവജനത്തിലും ഉളവാക്കുന്ന അനുഗ്രഹത്തിന്റെ വർഷമാണല്ലോ ഈ പുരോഹിത വർഷം. ഈശോയുടെ വിശുദ്ധത, പുരോഹിതന്റെ വിശുദ്ധത എന്നുള്ള മുദ്രാവാക്യവുമായിട്ട് പൗരോഹിത്യത്തിന്റെ ധന്യതയും ശ്രേഷ്ഠതയും നന്മയും ഒക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ കൂടുതൽ ഉറപ്പിക്കുവാനും എല്ലാ വെല്ലുവിളികളുടെയും മധ്യത്തിലും തളരാതെ ഈ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകുവാനും ദൈവം നമുക്ക് നൽകുന്ന വലിയ ഒരു പ്രചോദനമാണ് ഈ പുരോഹിത വർഷം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് നന്ദി പറയാം. ഏറ്റെടുത്തിരിക്കുന്നത് സുവിശേഷ സംവാഹകരാവുക എന്നുള്ള ദൗത്യമാണ്. എന്തുകൊണ്ടാണ്? സുവിശേഷം നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ സദ്വാർത്തയാണ്. ആ സദ്വാർത്ത സഹോദരങ്ങളെ അറിയിക്കുക എന്നുള്ളത് അവരോടുള്ള നമ്മുടെ സ്നേഹത്തിന്റെ വലിയ അടയാളമാണ്. പ്രകാശത്തിന്റെ ഒരു നാളം തെളിയുമ്പോൾ അത്രമാത്രം അന്ധകാരത്തെ അകറ്റി നിർത്തുവാനായിട്ട് സാധിക്കും. ഈ ബോധ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ MSTയുടെ ഇമ്പാക്റ്റ് തയ്യാറാക്കിയിരിക്കുന്ന ഈ ബിബ്ലിയ എന്നുള്ള ഈ പുസ്തകം ഈ രംഗത്തേക്കുള്ള സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ മുതൽക്കൂട്ടാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കുവാനുള്ളത്, പ്രാർത്ഥിക്കുവാനുള്ളത്. തീർച്ചയായിട്ടും പാലക്കലേശന്റെ നേതൃത്വത്തിൽ ഈ മേഖലയിൽ വളരെയേറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന് MST സമൂഹം നൽകുന്ന പിന്തുണ, അതിൽ പ്രവർത്തിക്കുന്ന മറ്റാളുകളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. മീഡിയ രംഗത്ത് സഭയ്ക്ക് ധാരാളം പ്രവർത്തിക്കുവാനുണ്ട്. മീഡിയയെ ശരിയായ രീതിയിൽ നോക്കിക്കാണുവാനും വിലയിരുത്തുവാനും സാധിക്കണം. നമുക്കറിയാം, നമ്മുടെ ജോണി അച്ഛൻ ഇപ്പോൾ KCBCയിലെ ജാഗ്രത എന്നുള്ള ആ ഒരു പ്രസിദ്ധീകരണത്തിലൂടെ മീഡിയയിൽ വരുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ തുറന്ന കണ്ണുകളോടെ നോക്കിക്കാണുകയും
അതിലുള്ള നന്മകളെയും തിന്മകളെയും ഒക്കെ നമ്മെ തിരിച്ചറിയാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ MSTയുടെ അംഗങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. സുവിശേഷവൽക്കരണ പ്രക്രിയയിൽ ഈ ഇമ്പാക്റ്റ് ആരംഭിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൂടുതൽ ഈ മേഖലകളിലേക്ക് കടന്നു ചെല്ലുവാനും തിന്മയുടെ ശക്തികളെ അവിടെ നിന്ന് മാറ്റി നന്മയുടെ വലിയ പ്രകാശമായിട്ട് വർദ്ധിക്കുവാനും ഇമ്പാക്റ്റിന് മീഡിയ രംഗത്ത് സാധിക്കട്ടെ. അവിടെ പ്രവർത്തിക്കുന്ന മറ്റ് ഏജൻസികളുമായി സഹകരിച്ച് നന്മയുടെ ലോകം കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഈ ദിനത്തിൽ ഇപ്രകാരമുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് MSTയിലെ എല്ലാ അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ